കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യ സഖ്യത്തിൽ ഇനിയില്ലെന്ന പ്രഖ്യാപനവുമായി ആം ആദ്മി രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിച്ചാണ് ആപ്പ് സഖ്യത്തിൽ നിന്ന് പുറത്തുപോകുന്നത്. യഥാർത്ഥ സഖ്യം കോൺഗ്രസും BJPയും തമ്മിലാണെന്നും ഭാവി തിരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി വ്യക്തമാക്കി. കോൺഗ്രസുമായുള്ള അതൃപ്തിയാണ് തീരുമാനത്തിന് പിന്നിലെ കാരണമായി ആം ആദ്മി ചൂണ്ടിക്കാണിക്കുന്നത്. അണിയറയിൽ യഥാർത്ഥ സഖ്യം കോൺഗ്രസും BJPയും തമ്മിലാണെന്നും മോദിക്ക് രാഷ്ട്രീയ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ രാഹുൽ ഗാന്ധി പറയൂ എന്നും പാർട്ടി വക്താവ് അനുരാഗ് ധണ്ട പറഞ്ഞു. ഗാന്ധി കുടുംബത്തെ ജയിലിൽ പോകുന്നതിൽ നിന്നും മോദി രക്ഷിക്കുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്കൂളുകൾ, ആശുപത്രികൾ, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിൽ ഇരുകൂട്ടർക്കും താൽപ്പര്യമില്ല എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ബീഹാർ അടക്കമുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് പാർട്ടി തീരുമാനം. ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ അണിയറയിലെ ഈ സഖ്യം നാം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കുറിച്ചു. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ നിന്ന് പുറത്തുപോകുവാനുള്ള കാരണം കോൺഗ്രസ് മത്സരിച്ചതാണെന്നും കോൺഗ്രസിന് ഒരു MLA പോലും നേടാൻ കഴിഞ്ഞില്ലെന്നും വിമർശനമുയരുന്നുണ്ട്. BJPയെ ഭരണത്തിലെത്തിച്ചത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാണെന്നും അതിനാൽ ഇനി കോൺഗ്രസുമായി സഹകരിച്ചു പോകേണ്ടതില്ലെന്നുമാണ് ആപ്പിന്റെ തീരുമാനം. കോൺഗ്രസുള്ള ഒരു മുന്നണിയിൽ പോലും പോകേണ്ട എന്ന തീരുമാനമാണ് ആം ആദ്മിയുടെ രാഷ്ട്രീയ കാര്യസമിതി എടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും മോദിയും പൊതുവേദികളിൽ പ്രതിയോഗികളായി പ്രത്യക്ഷപ്പെട്ടേക്കാം. എന്നാൽ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി പരസ്പരം ജാമ്യം നിൽക്കുകയാണ് ഇരുവരുമെന്നതാണ് യഥാർത്ഥ സത്യം. കോൺഗ്രസിന്റെ ദുർബലമായ രാഷ്ട്രീയം BJPയെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ BJP ഭരണം കോൺഗ്രസിന്റെ അഴിമതികളെ ഒളിപ്പിച്ചു നിർത്തുന്നുവെന്നും അനുരാഗ് ധണ്ട പ്രസ്താവനയിൽ കുറിച്ചു. BJPക്കെതിരെ പോരാടാൻ വേണ്ടി ആരംഭിച്ച ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടകമായിരുന്നു ആം ആദ്മി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മിക്ക് അധികാരം നഷ്ടമാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ത്യ മുന്നണിയിൽ നിന്നും ആം ആദ്മി പുറത്തുപോകുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയാണ്. കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.